ഹലോ, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പോൾ ഞാനിന്നുണ്ടല്ലോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് എനിക്ക് വലിയൊരാഗ്രഹം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഫുൾ വീഡിയോസ് എനിക്കൊന്ന് എടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ദിവസം ചെയ്യുന്ന എല്ലാ പണികളും അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. എല്ലാവരും കാണണം കേട്ടോ, ഫുൾ വീഡിയോയും കാണണേ, സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ റെഡിയാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു ഫുൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറയൊന്നും പിടിച്ചു തരാനൊന്നും അങ്ങനെ ആരുമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കാണണം കേട്ടോ. പിന്നെ ഇന്നൊരു ദിവസം രാവിലെ ഞാൻ എണീറ്റ് മുടിയെല്ലാം ഈരി കെട്ടി മുഖമൊക്കെ ഒന്ന് കഴുകി. പിന്നെ എനിക്കൊരു ശീലമുണ്ട് കേട്ടോ, ഞാൻ രാത്രി എപ്പോഴും പല്ല് തേച്ചിട്ടാണ് കിടക്കാറ്. എനിക്കിങ്ങനെ പല്ല് തേക്കാതെ കിടന്നാൽ ഭയങ്കര അസ്വസ്ഥതയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാത്രി പല്ല് തേച്ചിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ. മക്കളും അങ്ങനെ തന്നെയാണ്, എന്നെ കണ്ട് തന്നെ അവർ ശീലിക്കുന്നത്. രാവിലെ എണീറ്റ് ഞാൻ കുറച്ച് കട്ടൻ ചായയൊക്കെ വെച്ചു കേട്ടോ. നമുക്ക് പശു ഉണ്ട് ഇവിടെ, പക്ഷെ നമുക്ക് പാലില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ പശു ഇപ്പം പ്രസവിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രസവിക്കുവേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ പാലൊന്നുമില്ല. അപ്പോൾ നമ്മൾ കട്ടൻ ചായയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമുക്കിവിടെ അടുത്ത് മിൽമയുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞങ്ങളവിടെ പോയിട്ട് പാല് വാങ്ങും കേട്ടോ. പിന്നെ ഇപ്പോൾ പാലില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടൻ ചായയാണ് കേട്ടോ ആക്കിയത്. പിന്നെ ഞാനുണ്ടല്ലോ ഇന്നലെ കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലേക്ക് ആയപ്പോഴത്തേക്ക് അത് കുതിർന്ന് നല്ലൊരു ഇതായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വിസിലടിക്കേണ്ടി വരുമല്ലോ ഇത് കുതിർന്നത് കൊണ്ടേ. പിന്നെന്താ, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മുട്ടയൊക്കെ, ഞങ്ങൾ 5 പേരുണ്ട് കേട്ടോ. ഞാനും ചേട്ടായും 3 മക്കളുമാണ് കേട്ടോ. ചാച്ചനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ആദ്യമേ മരിച്ചുപോയി. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ ആകുന്നുണ്ട്. പിന്നെ ചാച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 4 വർഷമൊക്കെ ആകുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടായും മക്കളുമായി. അപ്പോൾ ഇവിടെ തറവാടാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ കാപ്പിക്ക് പുട്ടും കടലയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തേങ്ങയൊക്കെ ഇന്നലെ പൊതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ആ തേങ്ങയെല്ലാം ഒന്ന് ചിരണ്ടി എടുത്തേ. പിന്നെ നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ളതും വേണമല്ലോ, പുട്ടിനും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് ചിരണ്ടി എടുത്ത് വെച്ചേ. നേരത്തേക്ക് കുറച്ച് മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ തിളച്ചപ്പോഴത്തേക്ക്. പിന്നെ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കടലയിൽ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തായിരുന്നേ, കാരണം അതിനൊരു കൊഴുപ്പൊക്കെ കിട്ടുമല്ലോ. അല്ല പിന്നെ കടല തന്നെ ആകുമ്പോഴത്തേക്ക് കറിക്കൊരു സുഖമില്ല കഴിക്കാൻ. അത് ഇങ്ങനെ വെള്ളം വിട്ട പോലെ കിടക്കും. അതായത് ഇങ്ങനെ കടല മാത്രം ആയതുകൊണ്ട്. അല്ല പിന്നെ നമുക്ക് കടല കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കൊഴുപ്പ് കിട്ടുമേ. നമുക്ക് കൊഴുപ്പ് വേണം, വെള്ളം വിട്ട് ഇങ്ങനെ കിടന്നാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ എൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കേട്ടോ. ലേശം മീറ്റ് മസാലയും കൂടെ ചേർത്തേ. പിന്നെ നേരം വെളുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ എൻ്റെ പുട്ടും റെഡിയായി കേട്ടോ. ഞാൻ അത് കഴിഞ്ഞിട്ട് പിള്ളേരെ പോയി വിളിച്ചു കേട്ടോ. പിള്ളേർ എണീക്കണ്ടേ, ഇവർ ഭയങ്കര ഉറക്കം കേട്ടോ. ഞാൻ ഒത്തിരി വട്ടം വിളിച്ചാൽ എണീക്കുകയേ ഇല്ല. കുറേ സമയം ഞാൻ കുറച്ച് വെള്ളമെല്ലാം കൊണ്ട് ഒഴിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. ഒരു വിധത്തിലാണ് ഇവരെ ഒന്ന് വിളിച്ച് എണീപ്പിച്ചത് കേട്ടോ. അവൾ കുഞ്ഞിപ്പൊടിനെ വിളിച്ചാലുണ്ടല്ലോ അവൾ പിന്നെയും ചാടി എണീക്കും കേട്ടോ. ഈ കുഞ്ഞിയർക്കനും എണീക്കുവേ. മൂത്തവന് അപ്പടി മടിയാണ്, അവൻ എണീക്കുവേ ഇല്ല. ഒത്തിരി വിളിച്ചാലേ അവൻ എണീക്കുകയുള്ളൂ. പോകാൻ റെഡി ആകുമ്പോഴേ അവൻ എണീക്കുകയുള്ളൂ. അതങ്ങനെ എപ്പോഴും. പിന്നെ കാപ്പിയൊക്കെ അങ്ങനെ റെഡിയായി കേട്ടോ. പിന്നെ നമുക്ക് പാലില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് കട്ടൻ ചായയാണ് കേട്ടോ. പിന്നെ പുട്ടും കടലയും കറിയും എല്ലാം റെഡിയായി. ഞാനെന്നത് വിളമ്പി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ പിള്ളേർക്ക് കഴിക്കാനുള്ള എളുപ്പമായില്ലല്ലോ. പിന്നെ ചൂടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനിടയ്ക്ക് ഇവരെ വന്നിട്ട് ഒന്ന് റെഡിയാക്കി കേട്ടോ. യൂണിഫോമൊക്കെ ഞാൻ ഇന്നലെ തേച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പൊന്നൂട്ടൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണമെങ്കിൽ ഇച്ചിരി പണിയാണ്. അവളുടെ മുടി കുഞ്ഞു മുടിയാണ്. ഇപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ കേട്ടോ ഞാനത് മൊത്തത്തിൽ ഒന്നായി പിടിച്ച് കെട്ടാൻ തുടങ്ങിയിട്ട്. അവളുടെ മുടി കുഞ്ഞു മുടി ആയതുകൊണ്ട് മുന്നിലേക്ക് മുടി ഇങ്ങനെ കുറച്ച് വീണുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ ആ ഒരു ഇറുക്കി വെക്കുന്നൊരു ഇത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അത് വാങ്ങിയതുകൊണ്ട് നല്ല ഉപകാരപ്പെട്ടു കേട്ടോ. ഞാനിതുപോലെ മുടി എപ്പോഴും ഒക്കെ കെട്ടിക്കൊടുക്കാറേ. എനിക്ക് അങ്ങനെ കെട്ടിക്കൊടുക്കാൻ ഒരു വശമാണ്, ഒരു ഇഷ്ടമാണ് കേട്ടോ. കാണാനും ഒരു ഭംഗിയുണ്ട്. പിന്നെ അങ്ങനെ മക്കൾ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിനിടയ്ക്ക് ഈ പണിക്കിടയിൽ ഞാൻ കാപ്പി കുടിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാനും ഇച്ചിരി ചായ കുടിച്ചു കേട്ടോ. പിന്നെ അത് ഞാൻ ഇവരെ കൊണ്ടാക്കാൻ പോയി കേട്ടോ. ഞാൻ സ്കൂട്ടിക്ക് കേട്ടോ പോകുന്നത്. പിന്നെ ഇവർ നടന്നു പോകട്ടെ, കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്കൂൾ ബസ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് അവിടെ തട്ടയിൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണേ.
അങ്ങനെ ഞാൻ അവരെ കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ടൊരു വീഡിയോയും കൂടി എടുത്തു. ഞാൻ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ അല്ലേ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെയും കൂടി എടുത്തല്ലേ പറ്റും. അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഞാനെന്തിനും ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്, സാധാരണ ഇങ്ങനെയൊന്നും എടുക്കുന്നതേ അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവിടുന്ന് അതും കൂടെ എടുത്തത്. പിന്നെ അങ്ങനെ മക്കളെ അവിടുന്ന് ഞാൻ ബസ് കയറ്റി വിട്ടേച്ചിട്ട് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ അടുത്ത പണികളെല്ലാം നീക്കി കേട്ടോ. ഇവർ കട്ടിലൊക്കെ ഒരു വകയാക്കി ഇട്ടിട്ട് എല്ലാം ഉരുട്ടിയും പെറുക്കി അവിടെ ഇട്ട് ഉരുട്ടി കുറേ തുണിയെല്ലാം എടുത്ത് അങ്ങോട്ടിട്ട് പുതപ്പെടുത്ത് ഇങ്ങോട്ടിട്ട് എല്ലാം ഒന്നും പറയണ്ട, വലിയ സീനാണ് കേട്ടോ. ഇവരെ 3 പേരെ മേയിച്ചുകൊണ്ട് പോലെന്ന് പറയുമ്പോൾ നല്ലൊരു പണിയാണ് കേട്ടോ. നല്ല കഷ്ടപ്പാടുണ്ട്. നമ്മൾ പറയുന്നിടത്തൊന്നും ഇവർ നിൽക്കുകയില്ല. അവർക്ക് ഏത് നേരം അടിയും ബഹളവും ഒക്കെ നടത്തും കേട്ടോ. എന്നാലും ഒരു രസം ഇതൊക്കെ കണ്ടിരിക്കാനേ. നമ്മളിതൊക്കെ ആസ്വദിക്കും, കാരണം നമ്മളിതെല്ലാം കഴിഞ്ഞ് വന്നവരല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം കാണുമ്പോൾ ഞാനിരുന്ന് ഒരുപാട് ആസ്വദിക്കാറുണ്ട്. നമ്മൾ വഴക്ക് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇതെല്ലാം ആസ്വദിക്കുമ്പോൾ ഒരു പ്രത്യേക എന്താ പറയണ്ടേ, മനസ്സിനൊരു പ്രത്യേക സുഖം കേട്ടോ എന്നെ സംബന്ധിച്ച്. പിന്നെ കുറച്ച് തുണിയെല്ലാം അലക്കാനൊക്കെ ഉള്ളതുണ്ടായിരുന്നേ. അപ്പം ഞാൻ കുറച്ച് കട്ടി തുണികളും കുറച്ച് കോട്ടൻ്റെ കുറച്ച് തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയെടുക്കുവേ. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ചില ബട്ടൺസൊക്കെ ഉള്ളത് അങ്ങനത്തെ ഒന്നും ഞാൻ ഇതിനകത്ത് ഇടൂല കേട്ടോ. പിള്ളേരുടെ യൂണിഫോമിൻ്റെ ഒക്കെ കോളറെ കൂടെയൊക്കെ ഇങ്ങനെ ചെളിയല്ലേ ഇരിക്കും കേട്ടോ. നമ്മളിതിൽ കഴിയാലൊന്നും ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ചേട്ടയുടെ പാൻറ്റും പിന്നെ വീട്ടിൽ കൂടെ ഇടുന്ന പിള്ളേരുടെ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഞാൻ ഈ വാഷിംഗ് മെഷീനിൽ കഴുകാറുള്ളൂ കേട്ടോ. അത് നമുക്ക് ശരിയാവുള്ളൂ. നമ്മളൊക്കെ എപ്പോഴും കല്ലിൽ കഴുകി പഠിച്ചതുകൊണ്ട് എനിക്ക് അതേ ശരിയാവുള്ളൂ. പിന്നെ ഞാൻ കഞ്ഞിക്ക് വെള്ളമൊക്കെ അടുപ്പയിലോട്ട് വെച്ചു കേട്ടോ. പശുവിൻ്റെ കാടിവെള്ളം വെക്കും ഞാനിപ്പോഴും. ആദ്യം അടുപ്പിൽ തീ വെച്ചിട്ട് പശുവിൻ്റെ കാടിവെള്ളമാണ് വെക്കുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പശു ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അവൾക്ക് ഞാൻ വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പം തൊഴുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ ആണ് കേട്ടോ റബ്ബറിൻ്റെ മാറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ നിലത്തിട്ടു കേട്ടോ. അതാകുമ്പോൾ പശു തെന്നി വീഴത്തൊന്നുമില്ലേ. ഇല്ലെങ്കിൽ ഈ സിമെൻറ്റിൻ്റെ തറയായതുകൊണ്ട് പശു ഇടയ്ക്കിടയ്ക്ക് തെന്നുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കുളിപ്പിക്കാനൊക്കെ ചെല്ലുമ്പോൾ അങ്ങോട്ട് നീങ്ങിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരാകെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടുവേ. അപ്പോഴത്തേക്ക് ഇവർ തെന്നുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ വാങ്ങിയിട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ നേരത്തും കറക്കാൻ നേരത്തും ഒക്കെ ഉണ്ടല്ലോ ഈ പശുവിൻ്റെ വാല് ഞാൻ കെട്ടി വെക്കുവേ. പശുവിൻ്റെ വാലിലൊന്ന് കെട്ടിയിട്ട് കാലും കൂടെ കൂട്ടിയിട്ട് അതിങ്ങനെ കെട്ടി വെക്കും ഒരു വള്ളി കൊണ്ടേ. അതാകുമ്പം നമ്മുടെ മേത്തൊന്നും ഈ വാല് വെച്ചിട്ട് അടിക്കൂലല്ലോ. അപ്പം നമുക്ക് പണിയെടുക്കാനൊക്കെ എളുപ്പമുണ്ടാവുമേ. നമുക്ക് അവിടെ നിന്നിട്ട് പശുവിനെ കുളിപ്പിക്കാൻ നേരത്തും ഒക്കെ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ മേത്തൊന്നും ആവില്ല. അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഞാൻ പശുവിനെ കുളിപ്പിക്കാനും അവിടെയൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാ ദിവസവും പശുവിനെ കുളിപ്പിക്കാറുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നല്ല വെയിലും അല്ലേ. അപ്പോൾ പശുവിന് നല്ല ചൂടായിരിക്കുമല്ലോ. അടുത്ത മാസം പ്രസവിക്കാനൊക്കെ ആയി നിൽക്കുന്നതല്ലേ. അപ്പോൾ അവൾക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നല്ല ചൂടായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇതിനെ കുളിപ്പിച്ച് റെഡിയാക്കും കേട്ടോ. ഞങ്ങളുടെ പശുവിൻ്റെ പേര് അമ്മു എന്നാണേ. ഞങ്ങൾ അമ്മുക്കുട്ടി എന്നൊക്കെ വിളിക്കുവേ. അമ്മു അമ്മയെന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പശു എപ്പോഴേ നോക്കും കേട്ടോ. പശുവിൻ്റെ നോട്ടമൊക്കെ കാണുമ്പോൾ തന്നെ രസമുണ്ട്. ഭയങ്കര സ്നേഹം കേട്ടോ. നമുക്കിവിടെ ഞങ്ങൾ ഈ പശുവിനെ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷമൊക്കെ ആകുന്നു കേട്ടോ. ഈ 4 വർഷത്തിനിടയിൽ ഇവളിപ്പോൾ 2 പ്രസവിക്കുകയൊക്കെ ചെയ്തേ. ഇപ്പോൾ ഇത് 3ാമത്തെ പ്രസവമാണേ. ഇപ്പം കുഴപ്പമൊന്നുമില്ല. അവൾ കുത്തുവോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. നമുക്കിവിടെ പിള്ളേർക്കൊക്കെ ആയാലും ഇടപഴകുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവൾ നല്ല എന്നാ പറയണ്ടേ, എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ് എന്നാ പറഞ്ഞാലും കേട്ടോ. ഞാനിതിപ്പോൾ വെള്ളമെല്ലാം കൊടുത്ത് കുളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നോക്കിയേ കുഞ്ഞുണ്ടോ മുഴയ്ക്കുന്നത് കേട്ടോ. എനിക്ക് കണ്ടു നിന്നപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടം തോന്നിയേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ എടുത്ത് അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടേ. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അതിങ്ങനെ മുഴയ്ക്കുന്നൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകത. കാരണം ഞാനൊക്കെ എൻ്റെ ഡെലിവറി ടൈമൊക്കെ ഞാനിങ്ങനെ ഓർക്കും കേട്ടോ. ഡെലിവറി ടൈം എന്നല്ല, നമ്മളിങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ഒരു സമയം. അപ്പോൾ നമ്മളിങ്ങനെ വയറിൽ ഇങ്ങനെ ഞാൻ മുഴച്ച് വരുന്നതും ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കിതിങ്ങനെ കാണുമ്പോൾ എന്താ പറയണ്ടേ, പാവം. അത് ഇങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും. ഏതായാലും എനിക്ക് അതും കൂടെ എടുക്കണം തോന്നി. അങ്ങനെ അതും കൂടെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ തുണി അലക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ആ മണ്ണ് പോലെയൊക്കെ കാണുന്നുണ്ട്, അതെൻ്റെ കുഞ്ഞിയർക്കൻ്റെ പണിയാണ് കേട്ടോ. അവൻ അവിടെ എല്ലാം ഉണ്ടല്ലോ എല്ലാം തല്ലി പൊളിക്കലും പിന്നെ അവിടെ ഇങ്ങനെ ജസ്റ്റ് മണ്ണ് കൊണ്ടൊക്കെ തേച്ചൊക്കെ വെക്കും. അവനെന്തോ ഭയങ്കര ഇഷ്ടമായി മണ്ണിലൊക്കെ കളിക്കാനേ. അപ്പോൾ അവൻ്റെ പണിയാണ് കേട്ടോ അതെല്ലാം അവിടെ അങ്ങനെ വെച്ച്. പിന്നെ ഞങ്ങളുടെ ഈ തുണി അലക്കുന്ന സ്ഥലം ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അത് വാർപ്പിൻ്റേതായിരുന്നേ. അപ്പോൾ അത് കുറേ വർഷങ്ങളൊക്കെ ആയതല്ലേ. അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അത് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീണു. അപ്പോൾ ചേട്ടൻ അങ്ങനെ കുറച്ച് സിമെൻറ്റ് കട്ടയൊക്കെ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു അലക്കുകല്ല് ആക്കി തന്നതേ.
അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അവിടെ ഉണ്ടായിരുന്ന പുല്ലെല്ലാം കൊണ്ട് പശുവിനും കൊണ്ട് കൊടുത്തു കേട്ടോ. കുറച്ച് മണ്ണൊക്കെ കൂടിയായിരുന്നു കേട്ടോ, ഞാനവിടുത്തെ കാട് പറിച്ചതാണേ. അപ്പോൾ എന്നാലും അവളത് എങ്ങനെയൊക്കെയോ തിന്നെന്ന് തോന്നുന്നു. മണ്ണുള്ള ഭാഗം കളഞ്ഞിട്ട് ബാക്കി പച്ചപ്പുള്ളതൊക്കെ, ഇപ്പോൾ നല്ല ഉണക്കമായതുകൊണ്ട് പച്ചപ്പുല്ലൊന്നും എവിടെയും കിട്ടാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾ കിട്ടിയപ്പോൾ ആ പച്ചപ്പുള്ള വശമൊക്കെ അങ്ങ് തിന്നു കേട്ടോ. പിന്നെ മുറ്റത്തെല്ലാം ഉണ്ട് കേട്ടോ, ഇനിയും ഒരുപാട് കാടൊക്കെ പറിക്കാനുണ്ട് കേട്ടോ. ഇനി അത് കുറച്ചായിട്ട് എനിക്ക് പറിക്കണം, ഒരുപാട് പണികളുണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്ത് അങ്ങനെ ചിപ്സോ അങ്ങനത്തെ ഒന്നും ഇടാത്തത് കൊണ്ട് നമുക്ക് മുറ്റത്ത് ഇങ്ങനെ നല്ല മണ്ണ് പൊടിയാണ് കേട്ടോ, പൊടി നന്നായിട്ടുണ്ട്. നമ്മൾ അടിച്ചൊക്കെ വരുമ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പൊടിയാണ് മൂക്കിലൊക്കെ കയറി. എനിക്കാണ് അലർജി പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ്. രാവിലെ നമ്മൾ അടിക്കുവാണെങ്കിൽ ചെറിയ മഞ്ഞുവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇതിൽ ആ പൊടി ഒരുപാട് നമ്മുടെ മൂക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് മൂക്കിലേക്ക് ആവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ചൂല് കണ്ടോ നിങ്ങൾ, അത് ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ഈ ചൂല് മറ്റേ കമുങ്ങിൻ്റെ ഓല കൊണ്ടാണ് കേട്ടോ ആക്കിയത്. നമുക്കത് എളുപ്പമാട്ടോ അടിച്ചു വരാനൊക്കെ, നമുക്ക് നേരെ നിന്നിട്ട് അടിച്ചു വരാമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് കുനിഞ്ഞൊക്കെ നിൽക്കണ്ടേ. അതുപോലെ ഉണ്ടല്ലോ, എനിക്ക് ചൂലുണ്ടാക്കാൻ ഭയങ്കര മടിയാട്ടോ. ഞാൻ ഭയങ്കര മടിക്കാരിയാണേ. എനിക്കൊരു ചൂലൊക്കെ ഇനി ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ഇവിടെ തെങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നെ എപ്പോഴും വഴക്ക് പറയലുണ്ടേ, ഒരു ചൂലുണ്ടാക്കി കൂടെ എന്നൊക്കെ ചോദിച്ചേ. പിന്നെ ഈ കമുങ്ങിൻ്റെ ഓലയാണെങ്കിലും നല്ലതാട്ടോ, മിറ്റം അടിക്കാനൊക്കെ നമുക്ക് ഒരുപാട് കുനിയുണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നടുവിനൊക്കെ നല്ലതാട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികവും എപ്പോഴും ഇങ്ങനത്തെ ചൂല് കൊണ്ട് തന്നെ അടിച്ചു വരുന്നത്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈർക്കിലി ചൂല് തന്നെ പറ്റുള്ളേ. അങ്ങനെ പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. വാഷിംഗ് മെഷീനിൽ കഴുകാൻ പറ്റാത്ത കുറച്ച് തുണികൾ ഞാൻ മാറ്റിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനിവിടെ കല്ലിൽ കൊണ്ടിട്ട് കഴുകിയെടുത്തു കേട്ടോ. കല്ല് ഇത്രയും ഉയരത്തിലായതുകൊണ്ടുണ്ടല്ലോ തുണി അലക്കാനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം തുണികളെല്ലാം ഞാൻ കല്ലിൽ തന്നെ, ചേട്ടയുടെ ഷർട്ടും അങ്ങനത്തെയും പിള്ളേരുടെ കൊച്ചിൻ്റെയൊക്കെ നല്ല ഡ്രസ്സുകളും എൻ്റേതും ഒക്കെ ഞാൻ എന്തായാലും അലക്കല്ലിൽ തന്നെയാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ സമയം ഒരു 11 മണി 11:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഞാനിപ്പോഴാട്ടോ കാപ്പി കുടിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ കാപ്പിയൊക്കെ കുടിക്കുന്നത്. പിന്നെ കറണ്ടൊക്കെ പോയി കേട്ടോ. എൻ്റെ ഫോണിലെ ചാർജ് എല്ലാം കുറവായിരുന്നു കേട്ടോ. എനിക്ക് പെരയ്ക്കാവൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം തുടച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്തു. പിന്നെ അപ്പോഴേക്ക് ചേട്ടായി വന്നു കേട്ടോ. വലിയധികം കറികളൊന്നും ഉണ്ടായിരുന്നില്ല, ഉച്ചയായി. ഞാൻ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ചേട്ടായിക്ക് റബ്ബർ വെട്ടും പണിയൊക്കെയാണേ. അപ്പോൾ ചേട്ടായി അതെല്ലാം കഴിഞ്ഞ് വന്നായിരുന്നു ഷീറ്റൊക്കെ അടിച്ചിട്ട്. അപ്പോഴത്തേക്കും ഞാൻ ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ പുളിയാണ് കേട്ടോ, ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്നൊരു പുളിയാണ്. ഇത് പണ്ട് അമ്മ നട്ടു വെച്ചാന്ന് ചേട്ടായി പറയലുണ്ട് കേട്ടോ. പണ്ട് ചാച്ചൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത ഒരു പുളിയായിരുന്നു കേട്ടോ. ആ പുളിയുടെ കുരു അമ്മ നട്ടു വെച്ചിട്ടാണ് ഈ പുളി ഇത്രയും വലുതായിട്ട് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ അത് ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളത് വെട്ടിക്കളഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അത് നമുക്ക് വീടിന് നല്ലതാട്ടോ, തണലൊക്കെ കിട്ടും. പിന്നെ ചൂട് ഒരുപാട് വീട്ടിലേക്ക് കിട്ടത്തില്ല, നല്ല തണുപ്പാട്ടോ എപ്പോഴും വരയ്ക്കകത്ത്. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ കുറച്ച് വാഴയിലയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നേ. വാഴയില അവിടുന്ന് ഞാൻ ചീന്തി എടുത്തുകൊണ്ട് വന്നേ. അതാകുമ്പോൾ നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞ് എളുപ്പമായില്ല. പിന്നെ തുടച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പരത്തിയാൽ മതിയല്ലോ അപ്പത്തിനുള്ള. പിന്നെ ആട്ടപ്പൊടിയാണ് കേട്ടോ. ഞാൻ അധികം ഇവിടെ എപ്പോഴും ആട്ടപ്പൊടി തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ആട്ടപ്പൊടി ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ഒരെണ്ണം പൊതിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ, അതെല്ലാം ചിരണ്ടി എടുത്തേ. എന്നിട്ട് കുറച്ച് വെല്ലം അതിലേക്ക് ചീകി കൊടുത്തു. ഇച്ചിരി പിന്നെ ജീരകവും ഇട്ടു, ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോഴേ. പിന്നെ ഞാൻ അടുപ്പിലേക്ക് അപ്പച്ചെമ്പിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ തട്ടും വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം പരത്തിയെല്ലാം എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് വെള്ളം ചൂടായിട്ടിരിക്കുമല്ലോ അപ്പച്ചെമ്പ്. പിന്നെ ഞാൻ ഈ അപ്പത്തിന് കുഴയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ലേശം ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ചിലർ പച്ചവെള്ളത്തിൽ തന്നെ കുഴയ്ക്കുന്നവരുണ്ട്. എന്നാലും നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ അതിൻ്റേതായ ഒരു മയമൊക്കെ കിട്ടും കേട്ടോ അപ്പത്തിന്. അപ്പം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആട്ടപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ല പരുവത്തിനാക്കി എടുത്തു. എന്നാലും നമ്മൾ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് പിന്നെ ഞാൻ നന്നായിട്ട് പരത്തി കൊടുത്തു കേട്ടോ. ഇലയൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തായിരുന്നേ. എന്നിട്ട് പിന്നെ ഞാനിത് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് വശത്തേക്ക് ഈ മധുരം എല്ലാം ഒന്ന് വെച്ച് കൊടുത്ത് അങ്ങനെ അത് സെറ്റാക്കി എടുത്തു കേട്ടോ. വൈകിട്ട് സമയമൊക്കെ അല്ലേ, ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിള്ളേർക്ക് 2 എണ്ണം വീതമൊക്കെ കഴിക്കാനുള്ളത്, ഒരുപാട് വലിയ മുഴുപ്പിലൊന്നും അല്ലല്ലോ. അപ്പോൾ 2 എണ്ണമൊക്കെ വീതം കഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതെല്ലാം പരത്തി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാം കൂടി എടുത്തുകൊണ്ട് പോയിട്ട് അപ്പച്ചെമ്പിൽ കൊണ്ടുപോയിട്ട് അതിൽ മൂടി നല്ല ആവി നന്നായിട്ട് ആവി പിടിച്ചിരിക്കണം, എന്നാലേ നമുക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നല്ല വൃത്തിയിൽ അത് അപ്പച്ചെമ്പ് അടച്ച് ഭദ്രമാക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ മക്കളെല്ലാം എത്തി കേട്ടോ. പിന്നെ പരാതി പറച്ചിലും പരിഭവങ്ങളൊക്കെ ആട്ടോ. ഇന്ന് പൊന്നുവിൻ്റെ കണ്ണിൽ അവിടെ എന്തോ മാങ്ങ പറിച്ചപ്പോൾ കണ്ണിൽ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ സങ്കടത്തോടെ വന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കൊച്ചിൻ്റെ കണ്ണിൽ കൊണ്ടു, അവൾ കരച്ചിലായിരുന്നു, അങ്ങനെയൊക്കെ കുഞ്ഞിയർക്കം പറയുന്നുണ്ട്. ഇത് കണ്ടോ, ഭയങ്കര പറച്ചിലാണേ. അവന് പരാതി തീരുവേയില്ല. സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ഒത്തിരി ഉണ്ടാവും പറയാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇലയുടെയൊക്കെ ആയേ, ഇലയുടെ റെഡിയായി കേട്ടോ. ഞാനപ്പോഴേക്ക് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് റെഡിയായി.
അങ്ങനെ പിള്ളേർക്കെല്ലാം ഞാൻ നോക്കി വെന്തോന്നൊക്കെ നോക്കിയപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അതെല്ലാം മക്കൾക്കെല്ലാം കൊടുത്തു, അവരങ്ങനെ എല്ലാം കഴിച്ച്. പിന്നെ ഇനിയും വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ, ഇനിയും വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു ആകെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഉള്ളതിപ്പോൾ കഴിക്കുക, വിശപ്പ് മാറ്റിയെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് ഇഷ്ടമാണ്, എനിക്ക് നാളെയും ഇതുപോലെ തന്നെ മമ്മി ഉണ്ടാക്കി തരണേന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെ കഴിച്ചു. എല്ലാവരും കൂടി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്നു. ഞങ്ങളുടെ പാച്ചുമോൻ കണ്ടോ അവിടെ ഇരിക്കുന്നത്, ഇവർക്കിടയിൽ ഇരിക്കുന്ന കണ്ടോ പാച്ചു. അവൻ ഇവരുടെ കൂട്ടത്തിൽ തന്നെ അവിടെ കയറിയിരുന്നതെല്ലാം നിരീക്ഷിക്കുക, നോട്ടമൊക്കെ കേട്ടോ. എന്നാലും അവൾ അങ്ങനെ ഒന്നും തട്ടിയിട്ട് തിന്നുവോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ ഇതെന്താ ഞാൻ ഈ കൈ ചൂണ്ടി പറയുന്നതെന്നറിയോ, ഇവൻ ഡിയോൺ ഈ പറഞ്ഞ പോലെ ഇവനോട് ഭയങ്കര വഴക്ക് കൂടുന്ന കേട്ടോ. അതൊക്കെ ഞാൻ പറയുമായിരുന്നു, ഇവിടെ കഴിക്കാൻ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇരുന്ന് ഭയങ്കര വഴക്കാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇവൻ എപ്പോഴും ഉണ്ടല്ലോ, ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇവന് ഭയങ്കര നാണക്കേടാണ്. എൻ്റെ എടുക്കരുത് എന്നൊക്കെ പറയും. അവന് ഭയങ്കര നാണക്കാരനാണ് മൂത്തവനെ. കുഞ്ഞിയർക്കും കുഞ്ഞുമണിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റബ്ബർ. പിന്നെ ഇവിടെ കൊണ്ടുപോയി ഞാൻ പശുവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്നതൊക്കെ തോട്ടപ്പയറാണേ. ഒരുപാട് തോട്ടപ്പയറൊക്കെ തിന്ന പ്രശ്നമാണ് കേട്ടോ, ചെന നിറഞ്ഞിരിക്കുന്ന പശുവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമുക്ക് തോട്ടപ്പയറൊന്നും തിന്നാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അവിടെ കിട്ടിയത്. അവിടെ ഒരുപാട് തോട്ടപ്പയറൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് കിട്ടിയിട്ടേ. പിന്നെ അങ്ങനെ ഇവിടെ ഒരു തോടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടോ ഈ കാണുന്നത്, ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ടായിരുന്നു, അതായത് മേളിലൊരു ചെറിയ കുളമുണ്ട്, അവിടുന്ന് ഈ വെള്ളം വരുന്നതേ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നൊരു ചെറിയ അരുവിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ മഴയത്തുണ്ടല്ലോ അവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം പോലെ വന്നായിരുന്നു കേട്ടോ. അതായത് എന്തോ ഉരുൾ പൊട്ടിയതങ്ങാണ്ടാണെന്ന് തോന്നുന്നു, മേളിലങ്ങാണ്ട് മലയ്ക്കെവിടെയോ. അതുകൊണ്ട് മഴവെള്ളപ്പാച്ചിലായിരുന്നു എന്തോ അറിയില്ല കേട്ടോ. ഭയങ്കര വെള്ളം വന്നു. അപ്പോൾ കല്ലും മണ്ണും എല്ലാം കൂടെ വന്ന് ഞങ്ങളുടെ തോട് അങ്ങനെ മൂടിപ്പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമില്ലാതെയായി. പിന്നെ നമ്മൾ മേളിൽ നിന്ന് ഒരു കുളത്തിൽ നിന്ന് ഓസ് ഇട്ടിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഞങ്ങളൊരു ക്യാൻ കൊണ്ടുവച്ചിട്ട് അതിലേക്ക് പിടിച്ചു വെച്ചേ. അപ്പോൾ ഞങ്ങൾ പശുവിനെ കഴിച്ചിട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എൻ്റെ കൂടുതൽ ഇങ്ങനെ വരും കേട്ടോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണേ. പിന്നെ ഇത് മുള്ളിൻ്റെ കായല്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. പിന്നെ ഇതുണ്ടല്ലോ എൻ്റെ കുഞ്ഞിപ്പൊണ്ണിന് വാങ്ങിയൊരു വാച്ചാണേ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ ഞാനങ്ങ് എടുത്തു കേട്ടോ. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വൈകിട്ടത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.